എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ കേരള എഞ്ചിനീയറിംഗ്, അതുപോലെ തന്നെ ആർക്കിടെക്ചർ, അതുപോലെ മെഡിക്കൽ, അലൈഡ് ആൻഡ് ഫാർമസി കോഴ്സുകളിലേക്കുള്ള പ്രവേശന പരീക്ഷയായിട്ടുള്ള കീം 2024 പ്രവേശന പരീക്ഷയ്ക്കുള്ള അപേക്ഷ ക്ഷണിച്ചു. 2024 ഏപ്രിൽ 17 വരെയാണ് വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അപേക്ഷ നൽകാൻ സാധിക്കുക. അപ്പോൾ ഏപ്രിൽ 17 ശേഷം പിന്നീട് വിദ്യാർത്ഥികൾക്ക് 24 വരെ റിസർവേഷൻ ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റുകൾ അപ്ലോഡ് ചെയ്ത് നൽകുന്നതിനും അവസരം ഉണ്ടായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഏപ്രിൽ 17 ഈ ഒരു അപേക്ഷ സമർപ്പിക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. അതായത് ഈ ഒരു കോഴ്സുകളൊക്കെ പഠിക്കാൻ താല്പര്യപ്പെടുന്നുണ്ട്, അതുപോലെ അതിനെ പറ്റിയിട്ടുള്ള എലിജിബിലിറ്റി, അതായത് നിങ്ങൾ നിലവിൽ +2 പരീക്ഷ എഴുതിയിട്ട് റിസൾട്ട് വെയിറ്റ് ചെയ്യുന്ന വിദ്യാർത്ഥികൾ ആയിരുന്നാലും, ഇതിനു മുമ്പ് നിങ്ങൾ +2 കംപ്ലീറ്റ് ചെയ്തിരിക്കുന്ന വിദ്യാർത്ഥികൾ ആയിരുന്നാലും നിങ്ങൾ ഈ ഒരു അപേക്ഷ ഇപ്പോൾ നിങ്ങൾക്ക് നൽകാവുന്നതാണ്. അപ്പോൾ ഈ ഒരു കീം പ്രവേശന പരീക്ഷ വഴി നിങ്ങൾക്ക് എഞ്ചിനീയറിംഗ്, അതുപോലെ ഫാർമസി കോഴ്സുകളിലേക്കാണ് നേരിട്ട് പ്രവേശനം ലഭിക്കുക. എഞ്ചിനീയറിംഗിന് നിങ്ങളുടെ +2വിൻ്റെ മാർക്ക് പിന്നീട് അപ്ലോഡ് ചെയ്ത് നൽകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു +2വിൻ്റെ മാർക്കും കീമിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന മാർക്കും രണ്ടും കൂടി 50-50% അനുപാതത്തിൽ എടുത്ത് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കിയിട്ടാണ് അതുവഴി വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ നൽകുക. അതുപോലെ ഫാർമസി കോഴ്സിലേക്കുള്ള പ്രവേശനത്തിന് കീം എക്സാമിനേഷൻ്റെ പേപ്പർ 1 ആയിട്ടുള്ള ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി എന്നിവയിലെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് വിദ്യാർത്ഥികൾക്ക് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കി അഡ്മിഷൻ നൽകപ്പെടുന്നത്. അതുപോലെ ആർക്കിടെക്ചർ കോഴ്സിലേക്കുള്ള പ്രവേശനത്തിന് വിദ്യാർത്ഥികൾ നാറ്റ എക്സാമിനേഷൻ, അതായത് നാഷണൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഇൻ ആർക്കിടെക്ചർ എക്സാം എഴുതിയിട്ട് നിങ്ങൾ അതിൽ ക്വാളിഫൈ ചെയ്താൽ മാത്രമേ BArch കോഴ്സ്, അതായത് ആർക്കിടെക്ചർ കോഴ്സിലേക്ക് അഡ്മിഷൻ നേടാൻ സാധിക്കുള്ളൂ. അപ്പോൾ അതുപോലെ തന്നെ മെഡിക്കൽ ആൻഡ് മെഡിക്കൽ അനുബന്ധ കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിന് നാഷണൽ എലിജിബിലിറ്റി കം എൻട്രൻസ് ടെസ്റ്റ് NEET UG 2024 എക്സാമിനേഷനിൽ എലിജിബിൾ ആയിരിക്കണം. എലിജിബിൾ ആയിട്ടുള്ള വിദ്യാർത്ഥികളുടെ ആ ഒരു മാർക്ക് പിന്നീട് നിങ്ങൾ ഈ ഒരു കീമിൻ്റെ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്ത് നൽകേണ്ടതുണ്ട്. അപ്പോൾ ആ ഒരു റാങ്കിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിക്കുക. ആർക്കിടെക്ചർ ആണെങ്കിൽ നാറ്റ സ്കോർ നിങ്ങൾ റിസൾട്ട് വന്ന ശേഷം കീം വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്ത് നൽകേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്ത് നൽകിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു നിങ്ങളുടെ +2വിൻ്റെ മാർക്ക് കൂടി അപ്ലോഡ് ചെയ്ത് നൽകണം. അങ്ങനെ +2വിൻ്റെ മാർക്കും നിങ്ങളുടെ നാറ്റ സ്കോറും അടിസ്ഥാനപ്പെടുത്തി റാങ്ക് പട്ടിക തയ്യാറാക്കി അതുവഴിയാണ് വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ നൽകപ്പെടുക. അപ്പോൾ നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഏകദേശം 15ഓളം കോഴ്സുകളിലേക്കാണ് നിലവിൽ പ്രവേശനം നൽകപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു, അതായത് 16 കോഴ്സുകളുണ്ട്. അപ്പോൾ ആ ഒരു 16 കോഴ്സുകളിലേക്കാണ് ഈ ഒരു കീം വഴി നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ്, അതായത് അഡ്മിഷൻ കിട്ടുക. അപേക്ഷിക്കുന്നതിന് മുമ്പായിട്ട് വിദ്യാർത്ഥികൾക്ക് ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റുകൾ എന്ന് പറയുന്നത് മൊബൈൽ നമ്പർ, ഇമെയിൽ ID എന്നിവയും, അതുപോലെ നിങ്ങളുടെ ഒരു ഫോട്ടോഗ്രാഫ്, അതുപോലെ തന്നെ സിഗ്നേച്ചർ എന്നിവയുമാണ്. അതുപോലെ തന്നെ മറ്റ് റിസർവേഷൻ ഡോക്യുമെൻറ്റുകളും അതുപോലെ ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റുകളും അപ്ലോഡ് ചെയ്ത് നൽകേണ്ടത് PDF രൂപത്തിലാണ്. അപ്പോൾ 10ാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ തത്തുല്യ യോഗ്യതയുള്ള സർട്ടിഫിക്കറ്റ്, അതായത് NIOS ഒക്കെ തത്തുല്യ യോഗ്യതയാണ്. അപ്പോൾ ഈ ഒരു 10ാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റ്, അതുപോലെ നിങ്ങളുടെ നാഷണാലിറ്റി, അതായത് നാറ്റിവിറ്റി തെളിയിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റ്, അത് നിങ്ങളുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ SSLC സർട്ടിഫിക്കറ്റിൽ പ്ലേസ് ഓഫ് ബർത്ത് ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. പാസ്പോർട്ട് എന്നിവയിലൊക്കെ പ്ലേസ് ഓഫ് ബർത്ത് ഉണ്ടെങ്കിൽ അത് നാറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് ആയിട്ട് ഉപയോഗിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ നാറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് വില്ലേജ് ഓഫീസ് വഴിയോ അക്ഷയ വഴിയോ അപ്ലൈ ചെയ്ത് വാങ്ങിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് അടുത്തത് ഡേറ്റ് ഓഫ് ബർത്ത് തെളിയിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻ്റാണ്. അത് നിങ്ങൾക്ക് SSLC സർട്ടിഫിക്കറ്റിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് കറക്റ്റായിട്ടുണ്ടെങ്കിൽ ആ ഒരു ഡോക്യുമെൻ്റ് ഉപയോഗപ്പെടുത്താം. അതുപോലെ അടുത്തതായിട്ട് നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റാണ് റിസർവേഷനായിട്ട് ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റുകൾ. SCBC, അതായത് OBC ഒക്കെ ഇത് SCBCയിലാണ് പെടുക. അതുപോലെ OEC വിദ്യാർത്ഥികൾ എന്നിവർ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് വില്ലേജ് ഓഫീസിൽ നിന്നും നൽകുന്നതും എഡ്യൂക്കേഷണൽ പർപ്പസിനും അതുപോലെ സ്റ്റേറ്റ് പർപ്പസിനുള്ള ഡോക്യുമെൻ്റ് ആയിരിക്കണം വാങ്ങിക്കേണ്ടത്. ഈ ഒരു സർട്ടിഫിക്കറ്റ് ടൈപ്പ് പല ടൈപ്പുകളുണ്ട്. ജോബ് ടൈപ്പ് ഉണ്ട്, സെൻട്രൽ പർപ്പസ് ഉണ്ട്, സെൻട്രൽ എഡ്യൂക്കേഷൻ പർപ്പസ് ഉണ്ട്, അപ്പോൾ അതുപോലെ സ്റ്റേറ്റ് പർപ്പസ് ഉണ്ട്, അതുപോലെ സ്റ്റേറ്റ് എഡ്യൂക്കേഷൻ പർപ്പസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് വേണ്ട ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത് സ്റ്റേറ്റ് പർപ്പസും അതുപോലെ എഡ്യൂക്കേഷണൽ പർപ്പസും ആയിരിക്കണം, വിദ്യാഭ്യാസ ആവശ്യത്തിനുള്ളതായിരിക്കണം. അതുപോലെ തന്നെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ റിസർവേഷൻ ലഭിക്കുന്നതായിരിക്കില്ല. അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്, അതായത് SC ST വിദ്യാർത്ഥികൾക്ക് തഹസിൽദാർ നൽകുന്ന കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റാണ് ആവശ്യം. അതുപോലെ തന്നെ
സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന EWS വിഭാഗം വിദ്യാർത്ഥികൾക്ക് EWS സർട്ടിഫിക്കറ്റ് ആണ് ആവശ്യം. അത് നിങ്ങൾക്ക് വില്ലേജ് ഓഫീസിൽ കിട്ടും. എന്നാൽ SC/ST വിദ്യാർത്ഥികൾക്ക് ആ ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ഈ ഒരു തഹസിൽദാറിൽ നിന്നാണ് കിട്ടുക. അത് നിങ്ങൾ അക്ഷയ വഴി അപ്ലൈ ചെയ്യാവുന്നതാണ്. EWS സർട്ടിഫിക്കറ്റ് നിങ്ങൾ വില്ലേജ് ഓഫീസിൽ നേരിട്ട് പോവേണ്ടതായിട്ട് വരും. അതുപോലെ EWS സർട്ടിഫിക്കറ്റ് ആക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഇൻകം സർട്ടിഫിക്കറ്റ് ഒക്കെ ആക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു സർട്ടിഫിക്കറ്റ് ഒക്കെ നിങ്ങൾ ആക്കുക. അതുപോലെ OEC വിദ്യാർത്ഥികൾക്ക് നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികളുണ്ടാവും. അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ ആണെങ്കിൽ നിങ്ങൾ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്ത് നൽകേണ്ടതാണ്. അതുപോലെ നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും റിസർവേഷൻ ഉണ്ടെങ്കിൽ ആ റിസർവേഷൻ ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റുകൾ നിങ്ങൾ അപ്ലോഡ് ചെയ്ത് നൽകണം. അതുപോലെ ഇൻകം സർട്ടിഫിക്കറ്റ് ആവശ്യമുണ്ടെങ്കിൽ ഇൻകം സർട്ടിഫിക്കറ്റും, അതുപോലെ നിങ്ങൾക്ക് NRI അതുപോലെ തന്നെ മൈനോറിറ്റി എന്നിങ്ങനെയുള്ള വല്ല റിസർവേഷനുകളുടെയും അതുമായി ബന്ധപ്പെട്ടുള്ള ഡോക്യുമെൻറ്റുകളും നിങ്ങൾ അപ്ലോഡ് ചെയ്ത് നൽകേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അപേക്ഷ നൽകാനായിട്ടുള്ള ഫീസ് എന്ന് പറയുന്നത് 875 രൂപയാണ്. നിങ്ങൾ എൻജിനീയറിങ്ങോ അല്ലെങ്കിൽ BPharm അല്ലെങ്കിൽ ഇവ രണ്ടും കൂടി എഴുതുകയാണെങ്കിൽ ആവശ്യമായിട്ടുള്ളത് ആർക്കിടെക്ചറോ അല്ലെങ്കിൽ മെഡിക്കൽ അലൈഡ് കോഴ്സസോ അല്ലെങ്കിൽ ഈ ഒരു അതായത് 2 കോഴ്സുകളും അതായത് അതിൽ അഡ്മിഷൻ നേടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് പരീക്ഷയിലെ അഡ്മിഷനാണ്. അപ്പോൾ 625 രൂപയാണ് ഫീസ് വരിക. ഇവ രണ്ടുമാണ് നിങ്ങൾക്ക് നോക്കുന്നത്. അത് എൻജിനീയറിംഗ് അല്ലെങ്കിൽ BPharm അല്ലെങ്കിൽ ആർക്കിടെക്ചർ അല്ലെങ്കിൽ മെഡിക്കൽ ആൻഡ് അലൈഡ് കോഴ്സസ് അല്ലെങ്കിൽ ഇവ മുഴുവനായിട്ടും അല്ലെങ്കിൽ ഇവയിൽ ഏതെങ്കിലും 2 എണ്ണം ഈ ഒരു രീതിയിലൊക്കെ ആണെങ്കിൽ നിങ്ങൾ 1125 രൂപയാണ് ഫീസ് ഇനത്തിൽ നൽകേണ്ടത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് അതായത് SC/ST വിദ്യാർത്ഥികൾ, അതായത് ST വിദ്യാർത്ഥികൾക്ക് ഫീസില്ല. SSC വിദ്യാർത്ഥികൾക്ക് ഇതിൻ്റെ ഏകദേശം കുറഞ്ഞ ഫീസ് മാത്രമേ ഉണ്ടാവുള്ളൂ. അതായത് ഇതിൻ്റെ നേർപകുതിയിൽ കുറവ് ഫീസ് മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു അപേക്ഷ നിങ്ങൾ ഈ ഒരു അതായത് ഏപ്രിൽ 17-ാം തീയതിക്കകം നൽകാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു നേരത്തെ പറഞ്ഞതുപോലെ 5ഓളം വിഭാഗത്തിൽ വരുന്ന കോഴ്സുകൾക്ക് ഒരു അപേക്ഷ തന്നെയാണ് നൽകേണ്ടത്. നിങ്ങളുടെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, ഇമെയിൽ ID, മൊബൈൽ നമ്പർ എന്നിവ നിങ്ങൾ നൽകുമ്പോൾ തെറ്റിയിട്ടില്ല എന്നുള്ളത് കൺഫേം ചെയ്യുന്നതിന് മുമ്പായിട്ട് ഉറപ്പ് വരുത്തേണ്ടതാണ്. കാരണം ഈ ഒരു കാര്യങ്ങൾ പിന്നീട് എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നതല്ല. കാരണം ഒന്നിൽ കൂടുതൽ ആപ്ലിക്കേഷൻ നൽകിക്കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാ ആപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒറ്റ ആപ്ലിക്കേഷനിൽ തന്നെയാണ് ഈ ഒരു എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ നൽകുന്ന ഡീറ്റെയിൽസ് തെറ്റിയിട്ടില്ല, എല്ലാം നൽകുന്നതും കറക്റ്റ് തന്നെയാണെന്നുള്ളത് മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ ഇതേ രീതിയിലാണ് ഓപ്ഷൻ വരിക. നിങ്ങൾക്ക് ഏതൊക്കെ കോഴ്സുകളിലേക്കാണ് പ്രവേശനം വേണ്ടത് അതിപ്പോൾ സെലക്ട് ചെയ്യണം. പിന്നീട് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാകുന്നതല്ല. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.